നമസ്കാരം. തേടേ ന്യൂസിലേക്ക് സ്വാഗതം. PM ശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പിട്ടതിൽ എതിർത്ത് ഇടതുമുന്നണി ഘടകകക്ഷിയായ CPI കടുത്ത തീരുമാനത്തിലേക്ക് കടന്നിരിക്കുന്ന നിർണായക ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം സഞ്ചരിക്കുന്നത്. മന്ത്രിസഭാ യോഗം ബഹിഷ്കരിക്കാനാണ് CPI തീരുമാനിച്ചിരിക്കുന്നത്. മുന്നണി വിടുന്നതിനെക്കുറിച്ച് പോലും ആലോചന നടക്കുന്നു എന്ന് തന്നെയാണ് സൂചനകൾ പുറത്തുവരുന്നത്. അത്തരമൊരു തീരുമാനമൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് സംസ്ഥാന ഭരണത്തിന് പോലും ഭീഷണിയാകുന്ന തരത്തിൽ മാറുകയും ചിലപ്പോൾ മന്ത്രിസഭ തന്നെ താഴെ പോകുന്ന തരത്തിലേക്ക് എത്തുകയും ചെയ്യും. എന്തായാലും PM ശ്രീ പദ്ധതിയുടെ പേരിൽ ഇടതുമുന്നണി പുകയുക തന്നെയാണ്. മന്ത്രിസഭയിലടക്കം CPI മന്ത്രിമാർ അതിശക്തമായി എതിർപ്പുന്നയിച്ചിട്ടും PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചത് മുന്നണിയിലും സർക്കാരിലും പൊട്ടിത്തെറി തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. PM ശ്രീയിൽ നിന്ന് പിന്മാറില്ലെന്ന് CPM പ്രഖ്യാപിക്കുകയും ഇടത് രാഷ്ട്രീയ വഴി ഇതല്ലെന്ന് CPI നിലപാടെടുക്കുകയും ചെയ്തതോടെ മുന്നണി പിളരാനുള്ള സാധ്യത പോലും രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിലുണ്ട്. PM ശ്രീയിൽ നിന്ന് പിന്മാറില്ലെന്ന് CPM പ്രഖ്യാപിക്കുകയും ഇടത് രാഷ്ട്രീയ വഴി ഇതല്ലെന്ന് CPI നിലപാടെടുക്കുകയും ചെയ്തതോടെ മുന്നണി പിളരാനുള്ള സാധ്യതയാണ് രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത്. എന്നാൽ ഇപ്പോൾ തന്നെ ദുർബലമായ പാർട്ടിയെ മുന്നണി വിടുന്നത് കൂടുതൽ ദുർബലമാക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. എന്നാൽ അടുത്ത മന്ത്രിസഭാ യോഗങ്ങളിൽ നിന്നുള്ള CPIയുടെ 4 മന്ത്രിമാർ വിട്ടുനിന്ന് പ്രതിഷേധിക്കാൻ തന്നെയാണ് തീരുമാനം. CPI സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണ് ഈ തീരുമാനം. ഇക്കാര്യത്തിൽ CPM CPI ഉഭയകക്ഷി ചർച്ചയിലെ തീരുമാനവും നിർണായകമാകും. CPIയുടെ തീരുമാനം ഉടൻ തന്നെ അറിയുമെന്ന് തന്നെയാണ് വിവരങ്ങൾ. CPMന്റെ BJP ബന്ധം ചൂണ്ടിക്കാട്ടി CPI മുന്നണി വിട്ടുകഴിഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിൽ തന്നെ വൻ പൊട്ടിത്തെറി തന്നെ ഉണ്ടാകും. എന്നാൽ അതിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്നത് ഇനി കണ്ടറിയണം. മാത്രമല്ല, തോമസ് ചാണ്ടിയുടെ രാജി, പാലക്കാട്ടെ മദ്യനിർമ്മാണശാലയ്ക്കുള്ള അനുമതി, ലോകായുക്ത നിയമ ഭേദഗതി, തൃശൂർ പൂരം കലക്കൽ, ADGPMR അജിത് കുമാറിന് DGP സ്ഥാനക്കയറ്റം നൽകൽ അടക്കം വിവിധ വിഷയങ്ങളിൽ CPMുമായി CPI നേർക്കുനേർ ഏറ്റുമുട്ടിയിട്ടുണ്ട്. തോമസ് ചാണ്ടിയുടെ കായൽ കയ്യേറ്റ വിഷയത്തിൽ ഹൈക്കോടതി ശക്തമായി നിലപാടെടുത്തിട്ടും രാജി വേണ്ട എന്ന് തന്നെയായിരുന്നു CPMന്റെ തീരുമാനം. എന്നാൽ CPI മന്ത്രിമാർ സെക്രട്ടേറിയറ്റിലെത്തിയിട്ടും മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കാതെ വിട്ടുനിൽക്കുകയും ചെയ്തു. അതുതന്നെ വൻ വാർത്തയായതോടെ സർക്കാരും CPMും ഒക്കെ ഏറെ പ്രതിരോധത്തിലായി. ചാണ്ടിയുടെ രാജി പോലും ആവശ്യപ്പെടുകയല്ലാതെ പിണറായിക്ക് മുന്നിൽ മറ്റു വഴികളൊന്നും തന്നെ ഇല്ലാതെയായി. എന്നാൽ മുൻപ് CPMുമായി ഏറ്റുമുട്ടിയതുപോലെ അല്ല ഇത്തവണത്തെ സ്ഥിതി. BJPയുമായി കൈകോർക്കുന്നു എന്ന ആരോപണം തന്നെയാണ് PM ശ്രീയിൽ ഒപ്പിട്ടതോടെ CPM നേരിടുന്നത്. തെരഞ്ഞെടുപ്പിന് മുൻപുള്ള അന്തർധാരയാണെന്നും ആരോപണം ഉയരുന്നു. അതായത് CPIക്ക് മുന്നണി വിടുന്നതടക്കമുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള അതിശക്തമായ രാഷ്ട്രീയ കാരണമായി തന്നെ ഇത് മാറുകയാണ്. മന്ത്രിമാരെ പിൻവലിക്കൽ, മുന്നണി വിട്ടിറങ്ങൽ, മന്ത്രിസഭാ യോഗം ബഹിഷ്കരണം അടക്കം നിരവധി സാധ്യതകൾ CPIക്ക് മുന്നിലുണ്ട്. എന്നാൽ ഇതിലേതാകും പാർട്ടി നേതൃത്വം സ്വീകരിക്കുക എന്നതാണ് ഇനി അറിയേണ്ടത്. മുഖ്യമന്ത്രി വിദേശത്തായിരിക്കെ PM ശ്രീയിൽ ഒപ്പിട്ടതോടെ തെളിയുന്നത് CPM BJP രഹസ്യ ബന്ധം എന്ന് തന്നെയാണ്. സംഘപരിവാർ അജണ്ടയുടെ ഭാഗമാണ് ഇതെന്ന് ആരോപിച്ച് CPI ഉയർത്തിയ കടുത്ത എതിർപ്പിനെ അവഗണിച്ചാണ് കേന്ദ്രത്തിന്റെ PM ശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പുവെച്ചത്. CPI സംസ്ഥാന കൗൺസിൽ ചേർന്ന് നിലപാടിൽ ഉറച്ചു നിൽക്കാനും CPM ധാർഷ്ട്യത്തിന് കീഴ്പ്പെടരുത് എന്ന തീരുമാനമെടുത്ത് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി K വാസുകി ഡൽഹിയിൽ ധാരണാപത്രത്തിൽ ഒപ്പുവെക്കുകയായിരുന്നു. ഇതാണ് CPIയെ ചൊടിപ്പിച്ചത്. PM ശ്രീയിൽ ഒപ്പിടുന്നത് കഴിഞ്ഞ മന്ത്രിസഭാ യോഗം പരിഗണിച്ചെങ്കിലും CPI മന്ത്രിമാരുടെ എതിർപ്പ് കാരണം മുഖ്യമന്ത്രി LDF ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റിവെച്ചു. അടുത്ത മന്ത്രിസഭാ യോഗവും ഇടതുമുന്നണി യോഗവും ചേരുന്നതിന് മുൻപാണ് സർക്കാർ തന്ത്രപരമായി PM ശ്രീയിൽ ഒപ്പിട്ടിരിക്കുന്നത്. മുന്നണി മര്യാദയുടെ ലംഘനമെന്ന് വിലയിരുത്തിയ CPI അടിയന്തര സെക്രട്ടേറിയറ്റ് യോഗം വിളിച്ചു ചേർത്ത് വിഷയം ചർച്ച ചെയ്യുകയാണ്. സമരരംഗത്തേക്ക് ഇറങ്ങാൻ വിദ്യാർത്ഥി സംഘടനയായ ASFI തീരുമാനിച്ചിരിക്കുന്നു. PM ശ്രീയിൽ കേരളം ഒപ്പുവെച്ചതിൽ മുന്നണിയിലെ മറ്റ് നേതാക്കൾക്കടക്കം അതൃപ്തിയുണ്ട് എന്ന് തന്നെയാണ് വിവരങ്ങൾ.